അനിയ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഒന്നും പറയണ്ട മഹി, ഞാൻ ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും. അവൻ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിങ്ങ് വരേണ്ടി വന്ന്. നീ ഏതായാലും മുങ്ങിത്താഴുകയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കറക്റ്റ്. ഇത് വെറും തടിയല്ലല്ലോ, ചാളത്തടിയല്ലേ. അവിടെ ഒരു തുണിക്കടയുണ്ട്, നമുക്ക് ഉടുത്തു മാറാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉറങ്ങി എണീറ്റ് കൊണ്ടുപോകാം. അപ്പൊ ഇന്ദു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞേ? തലയിൽ തോർത്ത് കെട്ടിയ ഒരാൾ ഇന്ദുവിനെ രക്ഷിക്കണ കണ്ടു. വെള്ളത്തിനടിയിൽ വെച്ചാ കണ്ടത്. തന്റെ പേരെന്താടോന്ന് ചോദിക്കാൻ പോയത് കുഴപ്പമായി. എന്റെ വായിലേക്ക് വെള്ളം കയറി എന്റെ ബോധം പോയടോ. ഇന്ദു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കും അറിയില്ലത്രേ. ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്നേ. ഒക്കെ കഴിഞ്ഞൊക്കെ ആളെ കാണുന്നില്ല. ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറിൽ പണിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ആവും. കുമാരനൊന്ന് അന്വേഷിക്കും. ആളെ കണ്ടുകിട്ട് എന്നെ വന്നൊന്ന് കാണാൻ പറ. തമ്പ്രാട്ടി, ഈ തോട്ടപ്പള്ളിക്കാരെ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഏതായാലും ഞങ്ങളൊരു പരാതി കൊടുത്തു, അതിന് ഫലം ഉണ്ടായി. സുഗുണൻ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു അറസ്റ്റ്, എന്നിട്ട് നേരെ കടവിലെ ഷാപ്പിൽ ചെന്നു 2 കുപ്പി കള്ളടിച്ചു. നല്ല സ്റ്റൈലും തറവർച്ചും കിട്ടി. ഈശ്വര, ഇതാരായി എന്നുള്ളിരിക്കുന്നേ? എന്താണാവോ വിശേഷം? ഓ, പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. നിന്റെ ഈ അനിയനുണ്ടല്ലോ, ആണും പെണ്ണും കേട്ട നാറി. ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന SI മാൻ ഇവന്റെ കാല് നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണാൻ വന്നതാ. കൂട്ടത്തിൽ നാട്ടുകാരെ ഒന്ന് കാണിക്കാനും. സൂക്ഷിച്ച് സംസാരിക്കണം. എന്തോ തോട്ടപ്പള്ളിയിലെ വളർത്തുനായ്ക്കും ശൗര്യം കൂടിയോ? സൂക്ഷിച്ചില്ല നീ എന്നെ ഇടയർക്ക. ഏമാൻ എന്നാ ചെയ്യുമെന്ന് മോനൊരുത്തൻ ജയിലിൽ കിടപ്പില്ലേ, ശിവശങ്കരൻ. അവൻ പറഞ്ഞുതരും. അവനത് നല്ലോണം അറിഞ്ഞവനാ. കോടതിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഏമാൻ അവനൊരു പിടിപിടിച്ചു. സകല അസ്ഥിബന്ധങ്ങളും തകരുന്നവരെ. അന്ന് അവൻ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കാതിലുണ്ട്. അന്ന് അവന്റെ കഥ അവിടെ വെച്ച് തീർക്കാൻ പോയതാ ഞാൻ. ഇയാളതിന് സമ്മതിച്ചില്ല. അതിന് ഏമാന്റെ കാലത്തോട് നന്ദി പറഞ്ഞിട്ട് ഇറങ്ങി പോന്നല്ലേ. എന്നോടും എന്റെ മോനോടും നിനക്ക് എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തീർക്കോ. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പാവം പെങ്കൊച്ചിനോട് അത് കാണിക്കരുത്. ആരോട് എന്തൊക്കെ കാണിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? തൊന്തയ്ക്ക് പറക്കാത്തവനെ നീ. ഇനി ഒരക്ഷരം എവിടെന്ന് ഛർദ്ദിച്ചാൽ ചവിട്ടി അടിവയർ കലക്കും ഞാൻ. ചവിട്ടടാ, ചവിട്ടി കൊല്ല. ഈ കൈ കൊണ്ട് നിനക്കൊക്കെ കുറെ വാരി തന്നിട്ടുള്ളതാ. അതിന്റെ നന്ദിയായിട്ട് ചവിട്ടി കൊല്ല. വിളിച്ചോണ്ട് പോടാ ഈ പരട്ട കിളവിയെ. ഇത് തന്നെ വീട്. എന്താ അതിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം? നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഇവിടെ കുടുംബാസൂത്രം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നല്ല ഡോറുകൾ. ഈ കഴുത്തിൽ നിന്ന് കയറുന്ന ശബ്ദം ശരിയാകുന്നില്ല. എന്താണ് ഇത്ര കാഴ്ച കാണാൻ? അപ്പൊ ഞാൻ ഇറങ്ങ. അളിയൻ വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയൻ വലിയും, ആമ തല വലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് വന്നതാ. വക്കീൽ സാറിനെ ഒന്ന് കാണണം. ആരാത്? ഞാനാ. അളിയനോ? ആരോ കാണാൻ വന്നിരിക്കുന്നു. എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയത്. മഹി, അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്? അതെ മഹി, ഇതൊരു കൊലപാതക കേസാണ്. ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? അതിനൊക്കെ തയ്യാറാ. കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ ആറാണിമുട്ടം എന്നൊരു വലിയ തറവാടുണ്ട്. അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് 2 പേരെ കൊന്നു. കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവം ഡ്രൈവറാ, മറ്റേത് ഇതാ ഇവരുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. പാവം. കീഴ്ക്കോടതി ശിവശങ്കരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പൊ അവൻ പരോളിൽ വരുന്നുണ്ട്. അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ്. എന്താണ്? ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.